എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്, 1K ലൈക്കാണ്. അപ്പൊ എല്ലാവരും മാക്സിമം ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ രാവിലെയാണ് ഫുൾ എപ്പിസോഡുമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് വരാനിരിക്കുന്ന ദിവസങ്ങളിലെ രേവതിയുടെ പ്രണയവിശേഷങ്ങളുമായിട്ടാട്ടോ വരുന്നത്, രേവതിയുടെയും സച്ചിയുടെയും. പിന്നെ വൈകിട്ട് നമ്മൾ വരുന്നുണ്ട്. വൈകിട്ട് വരുന്നത് ഇന്നത്തെ കഥയുടെ ബാലൻസ് ആയ നാളത്തെ പ്രമോവിശേഷമായിട്ടാണ് വരുന്നത്. അപ്പം മറക്കരുത്, എല്ലാവരും ഒന്ന് കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും ഇങ്ങനെ പ്രണയിച്ചൊക്കെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ നമ്മുടെ സച്ചിക്ക് ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ കടങ്ങളൊക്കെ നമ്മുടെ രേവതിയാണ് കേട്ടോ വീട്ടണത്. അപ്പൊ രേവതി എങ്ങനെയാണ് കടങ്ങൾ വീട്ടി നമ്മുടെ സച്ചിനെ സഹായിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അതുപോലെ തന്നെ ഈ മദ്യപാനം എന്നത് അത്രയ്ക്ക് നല്ലതല്ല. അതുകൊണ്ട് ഈ സച്ചിയുടെ മദ്യപാനം ഒന്നും മാറ്റിയെടുക്കാൻ വേണ്ടി രേവതി ഒന്ന് മാറ്റി പിടിക്കുകയാണ് കേട്ടോ. അപ്പം എപ്പോഴും ഒന്നുമില്ല നമ്മുടെ സച്ചിക്ക് ഈ ഒരു അസുഖം, ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ. അങ്ങനെയാണെങ്കിലും അതത്രയ്ക്ക് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളും. പിന്നെ നമ്മുടെ ചന്ദ്രയ്ക്ക് 8ന്റെ പണി കിട്ടുകയാണ്. ശ്രുതിയിൽ നിന്ന് തന്നെയാണ് 8ന്റെ പണി കിട്ടുന്നത്. പക്ഷെ ചന്ദ്ര ഇപ്പൊ അറിയുന്നില്ല കേട്ടോ, അറിയാതെ അറിയുന്നുണ്ട്. ഏതായാലും നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം. നമ്മുടെ രേവതി ആണെങ്കിൽ സച്ചിയുടെ ഈ കടങ്ങളും ഒക്കെ കണ്ടിട്ട് ഒരു സമാധാനവും ഇല്ല. സച്ചിക്ക് എന്താ പറയുക, ഒരു സമാധാനത്തിനൊന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഇവർ തമ്മിൽ കൂടുതൽ അടുപ്പമൊക്കെ ആയപ്പോഴേക്കും ഇവർ മിക്കപ്പോഴും ടെറസിന്റെ മണ്ടയിലൊക്കെ പോയി ഇരുന്ന് പ്രണയിക്കും കേട്ടോ. അങ്ങനെ ആ ഒരു സമയത്ത് ടെറസിന്റെ മണ്ടയിലൊക്കെ പോയി ഇങ്ങനെ രാത്രി നമ്മുടെ രേവതിയുടെ മടിയിലൊക്കെ കിടക്കുകയാണ് സച്ചി. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, എന്താണെന്നറിയില്ലടോ, എനിക്ക് വയ്യ, തീരെ അങ്ങോട്ട് ഒരു സുഖമില്ല, എന്തോ എത്ര കടങ്ങളാ ഉള്ളത്, ആ കടങ്ങളൊക്കെ വീട്ടിട്ട് നമുക്ക് സ്വസ്ഥമാകാന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുന്നു തോന്നുന്നില്ല, ഞാൻ തന്നെ കിടന്ന് തുഴയണ്ടേ എന്ന് പറയുമ്പോൾ പെട്ടെന്നാണ് രേവതിയുടെ മനസ്സിലേക്ക് കയറി വന്നത്, എനിക്കൊന്നും സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ സച്ചിനെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ സച്ചിക്ക് വേണ്ടി, സച്ചിയേട്ടന് വേണ്ടി എന്നിങ്ങനെ കയറി വന്നു കേട്ടോ. ഇങ്ങനെ മനസ്സിൽ കയറി വന്നു. ഏതായാലും അത് നമ്മുടെ രേവതി മനസ്സിൽ കുറിച്ചിട്ടു. എന്നിട്ട് രേവതി ഇങ്ങനെ ചിന്തിക്കുകയാണ്. രാവിലെയൊക്കെ ആയി. അപ്പം കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പൂവൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഈ പൂവിൽ നിന്ന് കിട്ടുന്നതോ ഒന്നും നമ്മുടെ സച്ചിക്ക് കൊടുക്കുവാനോ അതൊരിക്കലും സച്ചിയുടെ കടം വീട്ടുവാനോ സാധിക്കില്ലെന്ന് രേവതിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതി എന്തെങ്കിലും ഒരു വഴിയുണ്ടോ, എന്തെങ്കിലും ഒരു ജോലി, ചെറിയ രീതിയിൽ ഒരു ജോലി ചെയ്യുമായിരുന്നെങ്കിൽ സച്ചിയേട്ടന്റെ കടം എനിക്കും കൂടെ വീട്ടാനായിട്ട് പറ്റുമായിരുന്നു. തന്നെയാണല്ലോ അല്ലെങ്കിലും എല്ലാം കിടന്ന് അധ്വാനിക്കുകയും രാവെന്നോ പകലെന്നോ ഇല്ലാതെ കഷ്ടപ്പെടുകയാണ്. അപ്പൊ ആ മനുഷ്യനെ എനിക്കൊന്ന് സഹായിക്കാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. എന്നിട്ട് അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതിയുടെ കാര്യം ഈ ശ്രുതി അല്ലാട്ടോ വർഷയുടെ കാര്യം ഓർത്തത്. വർഷ ഒരു പ്രാവശ്യം ഡബ്ബിങ്ങിന് നമ്മുടെ രേവതി ചെന്നപ്പോൾ നല്ല സ്വരമാണെന്നും വേണമെങ്കിൽ ഇനി ചാൻസ് മേടിച്ച് തരാമെന്നും ഒക്കെ പറഞ്ഞല്ലോ. ഏതായാലും അങ്ങനെ നമ്മുടെ വർഷേനെ വിളിക്കുകയാണ് കേട്ടോ. വർഷേനെ വിളിച്ചിട്ട് രേവതി ചോദിക്കുകയാണ്, അതെ വർഷേ, ഞാൻ രേവതിയാണ്, ശ്രീകാന്തിന്റെ ഏടത്തിയാണെന്ന് പറഞ്ഞപ്പോൾ, ആ രേവതി ചേച്ചിയോ, എന്താ രേവതി ചേച്ചി പറഞ്ഞു, എന്താ വിളിച്ചത്? അത് പിന്നെ ഞാൻ വിളിച്ചത് വേറൊന്നിനും അല്ല മോളെ, മോൾ എന്നൊരു കാര്യം പറഞ്ഞില്ലായിരുന്നോ ഡബ് ചെയ്യുന്നതിന്റെ? അതെ, രേവതി ചേച്ചിക്ക് ഡബ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? അത് പിന്നെ എനിക്ക് കുറച്ച് പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ചെറിയ ജോലി കിട്ടുമായിരുന്നെങ്കിൽ എന്നും വേണ്ട, ഒഴിവുള്ള ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഒക്കെ എന്നെ വിളിക്കുമായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ഭർത്താവിനെ സഹായിക്കാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞപ്പം, ആണോ, അതിനാണോ, അതിന് ഇത്രയ്ക്ക് മുഖവരയുടെ കാര്യമുണ്ടോ എൻ്റെ രേവതി ചേച്ചി ഇങ്ങ് പോരെ, നാളെ മുതൽ പോരെ, ഏതായാലും ഒരു 2 മണിക്കൂർ, അതിൽ കൂടുതലൊന്നും ഡബ്ബിങ്ങിന് എടുക്കില്ല, ഏതായാലും വീട്ടിലെ പണിയൊക്കെ ചെയ്യുന്ന രേവതി ചേച്ചിയാന്ന് എന്നോട് ശ്രീകാന്ത് പറഞ്ഞിട്ടുണ്ട്, വീട്ടിലെ പണിയൊക്കെ ചെയ്ത് ഒതുക്കി വെച്ചിട്ട് ഇങ്ങ് പോരേന്ന് പറഞ്ഞു. അങ്ങനെ രേവതിക്ക് വലിയ സന്തോഷമായിട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ചന്ദ്ര ശ്രദ്ധിക്കുന്നുണ്ട്, ഫോൺ വിളിക്കുന്നതും എടുക്കുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ചന്ദ്ര വന്ന് ചോദിച്ചു, ആരോടാടി നീ കിന്നരിച്ചോണ്ടിരുന്നെന്ന് ചോദിച്ചപ്പം, അത് പിന്നെ അമ്മേ, ഞാൻ ആരോടും കിന്നരിച്ചതല്ല, എനിക്ക് വീട് വരെ ഒന്ന് പോകണം നാളെ, അപ്പൊ അതുകൊണ്ടാന്ന് പറയുമ്പം, എന്നും പോവുകയാണല്ലോ വീട് വരെ, പിന്നെ പ്രത്യേകിച്ച് ഇപ്പം നീ എടുത്തു പറയേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം, എൻ്റെ അമ്മേനെ കാണാൻ പോകാന് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ആരുടെ അനുവാദമൊന്നും വേണ്ട, എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും എൻ്റെ അമ്മേനെ കാണാൻ പൊക്കോളാന്. ഓ ആയിക്കോട്ടെ, നിന്റെ ഭർത്താവും നീ ഇപ്പം വലിയ സ്നേഹത്തിലാണെന്നൊക്കെ എനിക്കറിയാം. എടി, എത്ര നാൾ ഈ സ്നേഹം ഉണ്ടാകൂടി? ഒത്തിരി നാളൊന്നും ഉണ്ടാവില്ല, നീ സന്തോഷിക്കുമൊന്നും വേണ്ട, അവന്റെ തനി സ്വഭാവം നിനക്ക് അറിയില്ലാഞ്ഞിട്ടാ.
അവന് എന്നെങ്കിലും ഈ നിൽക്കുന്ന സച്ചി തിരിഞ്ഞ് നിനക്കിട്ടൊരു കൊത്തും അന്നേ നീ പഠിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ രേവതി അതൊന്നും മൈൻഡ് ചെയ്യാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ നമ്മുടെ സച്ചിയോട് പറയാതെ വേണം പോകാൻ. അപ്പൊ കള്ളത്തരം കാണിക്കാൻ രേവതിക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ല. പക്ഷെ എന്ത് ചെയ്യാനാണ്, സച്ചിയുടെ കടങ്ങളൊക്കെ സച്ചി അറിയാതെ തന്നെ സർപ്രൈസ് ആയിട്ടൊന്ന് വീട്ടണം എന്നാണ് നമ്മുടെ രേവതിയുടെ ആ ഒരു മനസ്സിലെ വിചാരം. എന്തുവേതു ആയിക്കോട്ടെ. അങ്ങനെ രാവിലെ എണീറ്റ് പണിയൊക്കെ തീർത്ത് പൂവൊക്കെ കെട്ടിയിട്ട് നേരെ നമ്മുടെ രേവതി വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞ് ഡബ്ബിംഗ് സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത്. അങ്ങനെ രേവതി അവിടെ ചെന്ന് വർഷയുടെ സഹായപ്രകാരം ഡബ് ചെയ്യുകയാണ്. അപ്പൊ അവിടെയുള്ളവർക്ക് എല്ലാവർക്കും രേവതിനെ വലിയ ഇഷ്ടമായിട്ടോ. രേവതി നല്ല നല്ല ഫുഡുകളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ വർഷയ്ക്ക് വേണ്ടി. അതുകൊണ്ടും വർഷയ്ക്ക് രേവതിനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഡബ്ബൊക്കെ ചെയ്ത് തിരിച്ചു വരുന്നു. പിന്നെയും പിറ്റേ ദിവസം ഡബ് ചെയ്യാൻ പോകുന്നു, പിന്നെയും തിരിച്ചു വരുന്നു. അങ്ങനെ ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഡബ് ചെയ്ത് നമ്മുടെ രേവതി സ്വരുക്കൂട്ടിയ പൈസ സച്ചി അറിയാതെ കൊണ്ടുപോയി പലിശക്കാരനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ പലിശക്കാരനെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, സച്ചിയേട്ടൻ ഇത് അറിഞ്ഞിട്ടില്ല, സച്ചിയേട്ടൻ ഏതായാലും വരാതിരിക്കില്ല, പലിശയൊക്കെ തരാൻ വരാതിരിക്കില്ല, അപ്പൊ സച്ചിയേട്ടൻ അറിഞ്ഞാ മതി എന്ന് പറഞ്ഞു കേട്ടോ. ഏതായാലും അത് കഴിഞ്ഞ് നമ്മുടെ രേവതി പോയി. അപ്പൊ രേവതി എന്നും ഉച്ചയ്ക്ക് ഒക്കെ വീട്ടിൽ പോകും. അപ്പൊ വീട്ടിൽ പോകുന്നതുകൊണ്ട് ചന്ദ്രയ്ക്ക് ചന്ദ്രയ്ക്ക് ഇഷ്ടമേ അല്ല രേവതി വീട്ടിൽ പോകുന്നതും രേവതിയുടെ വീട്ടുകാരുമായിട്ട് ഇരിക്കുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ശ്രുതി ഒരു കാര്യം ചെയ്തു. ശ്രുതിക്ക് കടം കയറി ശ്രുതിക്ക് ആ ഒരു ബ്യൂട്ടി പാർലർ വിൽക്കേണ്ടി വരികയാണ് കേട്ടോ. അപ്പം ചന്ദ്രാസ് വേൾഡ് എന്ന് പറയുന്ന ആ ഒരു ബ്യൂട്ടി പാർലർ വിൽക്കേണ്ടി വരികയാണ്. പക്ഷെ ഇത് നമ്മുടെ ശ്രുതി അറിയുന്നില്ല, അതുപോലെ ചന്ദ്രയും അറിയുന്നില്ല. പക്ഷെ ചന്ദ്ര ഇതെല്ലാം അറിയാതെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എങ്ങോട്ടേക്ക്? ബ്യൂട്ടി പാർലറിലേക്ക്. അങ്ങനെ ബ്യൂട്ടി പാർലറിലേക്ക് ചെല്ലുമ്പം അവിടെ ഒരു സ്റ്റാഫായിട്ട് തന്നെയാണ് നമ്മുടെ ശ്രുതി പിന്നെയും വർക്ക് ചെയ്തത്. അവിടുത്തെ പഴയ സ്റ്റാഫുകളും ശ്രുതിയും ഒക്കെ തന്നെയുണ്ട്. പക്ഷെ ഓണർ വേറെയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ വെള്ളരിക്കൊക്കെ കണ്ണിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് ബ്യൂട്ടി പാർലറിന്റെ യഥാർത്ഥ ഓണർ വരുന്നത്. ഞെട്ടിപ്പോയില്ലേ ശ്രുതി പെട്ടെന്ന് ഞെട്ടിപ്പോയിട്ട് ഈ കണ്ണിൽ ഈ വെള്ളരിക്ക ഇട്ടോണ്ട് പുറമേ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലല്ലോ നമ്മുടെ ചന്ദ്ര. അപ്പം ശ്രുതിയാണെന്ന് ഓർത്ത് തന്നെ ശ്രുതിയുടെ കൂട്ടുകാരിയായ മീരനെ ആ ഒരു ഫേഷ്യലൊക്കെ ചെയ്യാൻ വേണ്ടി വിട്ടു. അപ്പൊ ശ്രുതിയാണെന്നാണ് വിചാരം. ശ്രുതിയാണെന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ ചന്ദ്ര ഓരോ കാര്യങ്ങളും കൂട്ടുകാരിയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നും അല്ല പറയുന്നത്, അതെ നമ്മുടെ ശ്രീകാന്തിന് ഇപ്പം വിവാഹാലോചന നടന്നുകൊണ്ടിരിക്കുകയാണേ. പിന്നെ മോളുടെ കൂട്ടുകാരി അവളെ ഒന്നും വേണ്ട കേട്ടോ. ഇനി മോള് വല്ലതും അവളെ ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മീര എന്ന് പറയുന്ന കൂട്ടുകാരിയെ അതിൻ്റെ ഒന്നും കാര്യമില്ല. അവക്കാണെങ്കിൽ ചെറുതായിട്ട് ശ്രീകാന്തിനോടൊരു താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അന്ന് നിന്റെ വിവാഹത്തിന് വന്നപ്പം ഒരുപാട് സംസാരിക്കുന്നത് കണ്ടായിരുന്നു. ഇതാരോടാ പറയുന്നത്? മീരയോട് തന്നെയാണ് പറയുന്നത്. മീരയ്ക്കാണെങ്കിൽ അടിമുടി വറച്ച് കയറുകയാണ്. ഒറ്റ കുത്തു കൊടുക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. മീര അതും ഇതുമൊക്കെ അവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. ഏതായാലും മീര ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെ കുത്തിയും പറിച്ചും ഒക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതി അവിടുത്തെ ഓണറിനെ ഒരു വിധത്തിൽ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഏതായാലും പറഞ്ഞു വിട്ട് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പൊ ശ്രുതി ഇങ്ങനെ ഫേസ് മസാജ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫേസ് മസാജ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ആ ഒരു സമയത്ത് ചന്ദ്ര പറഞ്ഞു, അല്ല ശ്രുതി മോളെ, നേരത്തെ മോളെ എന്ത് തരം ഫേസ് മസാജാ ചെയ്തത്? എന്ത് രസമായിരുന്നു. ഇപ്പോൾ തൊടുന്നതിനേക്കാളും നല്ലൊരു ഫീലിങ്സ് ഉണ്ടായിരുന്നു നേരത്തെ ഫേസ് മസാജ് ചെയ്തപ്പോഴെന്ന്. അതാരാ ചെയ്തത്? നമ്മുടെ മീരയാണ്. അപ്പം ചന്ദ്രയല്ല ശ്രുതി പറഞ്ഞു, അത് പിന്നെ പുതിയ തരത്തിലുള്ള ഒരു ഫേസ് മസാജാ അമ്മേ ആന്റി, അതാ ഞാൻ ചെയ്തത്. ഏതായാലും ഇനി വരുന്നവർക്കൊക്കെ ആ മസാജ് ഒന്ന് ചെയ്തു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ മുഖത്തിനൊക്കെ എന്തോ ഒരു നല്ല ഫ്രീ ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ മോൾക്ക് തിരക്കൊക്കെ ഉള്ള ദിവസമേ ഞാനിവിടെ വന്നിരുന്നോളാം. ഏതായാലും ഇത് ചന്ദ്രാസ് വേൾഡ് ബ്യൂട്ടി പാർലർ ആണല്ലോ. അപ്പൊ മോള് പറഞ്ഞല്ലോ ഇതിന് ചെറിയ മാറ്റമൊക്കെ വരുത്തുന്നുണ്ട്, ഇതിന്റെ പേരിനൊക്കെ ചെറിയ ഡിസൈനൊക്കെ കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഒന്നുകൂടി നമ്മുടെ ഈ ഒരു ബിസിനസ് നല്ല രീതിയിൽ പോകുമായിരിക്കും അല്ലേ എന്ന് പറയുമ്പോൾ ശരി ആന്റി, നല്ല രീതിയിൽ പോകുമായിരിക്കും. പിന്നെ ആന്റി എപ്പോഴും ഇങ്ങോട്ടേക്ക് വരണ്ട. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? അത് പിന്നെ എനിക്ക് ഇടയ്ക്ക് ചിലപ്പം വേറെ ബ്യൂട്ടി പാർലറിൽ വർക്കിനൊക്കെ പോകേണ്ടി വരും, ബ്രൈഡൽ മേക്കപ്പിനൊക്കെ പോകേണ്ടി വരുമ്പം ആന്റി ഇവിടെ തന്നെയല്ലേ ഉള്ളൂ. ഹേയ് അതൊന്നും സാരമില്ല മോളെ, ഇവിടെ വന്നിരുന്നെന്ന് ഓർത്തോണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? വീട്ടിൽ ഞാൻ വെറുതെ ഇരിക്കല്ലേ, രേവതി മൊത്തം പണിയും ചെയ്തോളൂ. പിന്നെ ഞാൻ വന്നെന്ന് ഓർത്തോണ്ട് എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഒരു പ്രശ്നമില്ലല്ലോ. പിന്നെ ഇവിടെ ആരും ഇല്ലാതെ മോൾ എങ്ങോട്ടേക്കും പോവല്ലേ. എത്രമാത്രം വിശ്വസിക്കാൻ കൊള്ളുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞാലും എല്ലാവരുടെ അടുത്തും ഒരു കണ്ണ് വേണം. നമ്മളില്ലാതെ ഇവിടെ ഇരിക്കുമ്പം ആരെങ്കിലും മണി കൗണ്ടറിൽ കയറി പൈസ എടുത്തോണ്ട് പോയാൽ എന്ത് ചെയ്യും? തീർന്നില്ലേ നമ്മുടെ കാര്യം. അതുകൊണ്ട് മോള് ഇല്ലാത്തപ്പോ ഈ അമ്മേനെ വിളിച്ചാൽ മതി എന്നൊക്കെ പറയുക കേട്ടോ. ആകെപ്പാടെ പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഏതായാലും ചന്ദ്ര അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ
മീര പറയാണ്, ശ്രുതിയുടെ കൂട്ടുകാരി മീര പറയാണ്, എങ്ങനെയാടി ഇങ്ങനെ പോയാൽ ശരിയാകുന്നത്? എത്ര നാള് നീ ഈ കള്ളം മറച്ചു വെക്കും? അതും ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കാന്. ഹേയ്, ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ലടി. പിന്നെ നീ എന്ത് ചെയ്യും? അല്ല, നമുക്ക് സുധീനെ നീ എന്തെങ്കിലും പറഞ്ഞ് സോപ്പിട്ടാല് ഇതൊക്കെ പ്രശ്നമില്ലെന്ന് വെക്കാം. പക്ഷെ ഈ നിൽക്കുന്ന ചന്ദ്രനെ നീ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. പുള്ളിക്കാരി അത്രയ്ക്ക് ശരിയല്ല. പുള്ളിക്കാരിക്ക് രേവതിയോടുള്ള സമീപനം നീ കണ്ടതാണല്ലോ. നിനക്കൊന്നുമില്ലാത്തവളാണെന്നും നീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചവളാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രേവതിയുടെ അപ്പുറം ക്രൂരതയായിരിക്കും നീ ആ വീട്ടിൽ നിന്ന് ഏക്കേണ്ടി വരിക എന്ന് പറയുമ്പം അതൊക്കെ പിന്നെ അല്ലടി. ഏതായാലും എനിക്കിപ്പോൾ ഇത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആകപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുന്ന നമ്മുടെ ശ്രുതി. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചി നേരെ പോവുകയാണ് പലിശ കൊടുക്കാൻ വേണ്ടി. അങ്ങനെ പലിശ കൊടുക്കാൻ വേണ്ടി ചെല്ലുന്നു. അങ്ങനെ സച്ചിനെ കണ്ടതും, അല്ല സച്ചി, എന്താ സച്ചി നീ ഈ വഴി വന്നത് എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ പലിശക്കാരൻ. അപ്പൊ സച്ചി പറഞ്ഞു, ഓഹോ, ഞാൻ പലിശ തരാനില്ലേ, ഈ വഴി വന്നില്ലെങ്കിലേ നിങ്ങൾ ആ വഴി വരില്ലേ എന്റെ പൊന്ന് സാറേ എന്ന് ചോദിച്ചപ്പോ, പലിശയോ? അതിന് മുതല് സഹിതം തന്റെ ഭാര്യ കൊണ്ട് അടച്ചല്ലോടോ, പിന്നെന്തിനാ ഇനി പലിശ? എന്റെ ഭാര്യയോ? എന്റെ ഏത് ഭാര്യ? അല്ല മുതലാളി, നിങ്ങൾക്ക് വല്ല മാറിപ്പോയതായിരിക്കും. ഈ മാറിപ്പോയതൊന്നുമല്ല. എടാ സച്ചി, നിന്റെ ഭാര്യ രേവതി അല്ലേ? ആ ലക്ഷ്മിയുടെ മകള് പൂകെട്ടുന്ന രേവതി. അവള് തന്നെയാ ഇവിടെ നിന്റെ കടങ്ങളെല്ലാം വീട്ടിൽ പൈസ കൊണ്ട് തന്നത്. പലിശയും മുതലും എല്ലാം തന്നിട്ടുണ്ട്. ഇനി നിന്റെ പേരിൽ ഒരു കടവും ഇല്ലാന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിന്റെ ഭാഗ്യമാട്ടോടാ അങ്ങനെ ഒരു ഭാര്യനെ നിനക്ക് കിട്ടിയത്. ഏതായാലും നല്ലൊരു പെങ്കൊച്ച് തന്നെയാ. പണ്ട് മുതലേ എനിക്ക് പരിചയമുണ്ട്. ഇവിടെ നിന്നും പൈസയൊക്കെ എടുത്തോണ്ടിരുന്ന കറക്റ്റ് പൈസയും കൊണ്ട് തരും. ഒരുപാട് അധ്വാനിക്കാൻ കഴിവുള്ള പെൺകുട്ടിയാ. ഏതായാലും നിനക്ക് ലെക്കടിച്ചെന്ന് കൂട്ടിക്കൊണ്ടാ മതി അവളെ വിവാഹം കഴിച്ചതിൽ പിന്നെ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ സച്ചി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. സച്ചിക്ക് ദേഷ്യം കൊണ്ടുട്ടോ രേവതിയോട്. കാരണം സച്ചി ഓർക്കണത് രേവതി എവിടെന്നോ കടം മേടിച്ചിട്ടാണ് പൈസ കൊണ്ടുപോയി കൊടുത്തത് എന്നാണ്. അപ്പൊ ആ ഒരു വിചാരത്തിൽ സച്ചി ദേഷ്യം വന്നിട്ട് എടി രേവതി എന്ന് വിളിച്ചിട്ട് പോവാ. അപ്പം രേവതി പറഞ്ഞു, അല്ല എന്താ സച്ചേട്ടാ, എന്താ പറ്റിയത്? വെള്ളം വേണോ? വെള്ളം ഒന്നും വേണ്ട, നീ എന്നെ ഒരുപാട് വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. എന്താ പ്രശ്നം? അപ്പൊ ചന്ദ്ര ഇത് കണ്ടിട്ട് തുടങ്ങി ഏതായാലും അടി കൂടട്ടെ എന്ന് പറഞ്ഞ് നെഖമൊക്കെ ഇങ്ങനെ ഉരച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അല്ല നീ എന്തിനാടി എന്റെ പൈസ കൊണ്ടുപോയി കടം തീർത്തത്? നിന്നോട് ആരാ പറഞ്ഞേ കടം തീർക്കാനല്ല? നീ എവിടെ നാടി ഇനി കടം മേടിച്ച് കൂട്ടി വെക്കുന്നത്? അത് കൊടുക്കാനും ഇനി ഞാൻ നെട്ടോട്ടം ഓടണ്ടേന്ന് പറഞ്ഞപ്പം അത് പിന്നെ സച്ചേട്ടന് തെറ്റിപ്പോയി. ഞാൻ കടം വീട്ടി, അത് ശരിയാ. പക്ഷേ ഞാൻ എവിടെന്നും പൈസ കടം മേടിച്ചില്ല. പിന്നെ നിന്റെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നോ? നിന്റെ വീട്ടിൽ നിന്ന് അമ്മ കഷ്ടപ്പെട്ട പൈസയാണോ നീ അവിടെ നിന്ന് മേടിച്ചോണ്ട് വന്ന് എന്റെ കടം വീട്ടാൻ വേണ്ടി കൊടുത്തത്? എടി ആ നാണക്കിടക്ക് എന്ന് മാറി കിട്ടും. നിനക്കൊരു ലേശം വെളിവില്ലേ? അയ്യോ അല്ല സച്ചേട്ടാ, അങ്ങനെയൊന്നും അല്ല. പിന്നെ എങ്ങനെയാ നിനക്ക് പൈസ കിട്ടിയത്? വീട്ടിലിരുന്ന് ജോലി ചെയ്ത് പൂ കെട്ടുന്ന നിനക്ക് എവിടെ നിന്ന് പൈസ കിട്ടി? അത് നീ പറ. അത് പിന്നെ ഞാൻ പറഞ്ഞാൽ ഒന്നും തോന്നരുത്, ഞാൻ സച്ചേട്ടനോട് പറയാതെ ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്തത്. അത് സച്ചേട്ടന്റെ നല്ലതിന് വേണ്ടിയാ. എന്താണെന്ന് വെച്ചാൽ നീ ഒന്ന് തെളിച്ചു പറ രേവതി. അത് പിന്നെ ഞാൻ ഡബ് ചെയ്യാൻ പോയി. ഡബ് ചെയ്യാനോ? എവിടെ ഡബ് ചെയ്യാൻ പോയി? അത് പിന്നെ ശ്രീകാന്തിന്റെ ഒരു ഫ്രണ്ടില്ലേ വർഷ, അന്ന് സച്ചേട്ടനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ സഹായിച്ച വർഷ ഡബിങ് ആർട്ടിസ്റ്റാ. അപ്പം അവള് ഒരിടത്ത് ഒരു ദിവസം ഞാൻ പോയപ്പോൾ ശ്രീകാന്തി ഞാനും കൂടെ പോയപ്പോൾ ഡബ് ചെയ്തായിരുന്നു. അപ്പൊ ആ പെൺകുട്ടിക്കും അവിടെ ഉള്ളവർക്കൊക്കെ ഞാൻ ഡബ് ചെയ്ത് വലിയ ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ പിന്നെയും വിളിച്ചു. അപ്പൊ പിന്നെ ഞാൻ പോയി ഡബ് ചെയ്തു. ഇവിടെ ആരോടും പറയാത്തതാ. ദിവസം 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഡബിങ് ഉള്ളൂ. ബാക്കി സമയത്ത് ഇങ്ങോട്ടേക്ക് പോരാലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അതിശയിച്ചു പോയി. എന്റെ പൊന്നു രേവതി, നീ ഡബ് ചെയ്യാൻ പോയെന്നോ? അല്ല, നീ എന്തിനു ഡബ് ചെയ്യാൻ പോയി? അത് പിന്നെ ഇവിടെ എന്നൊരു സീരിയൽ കാണാറില്ലേ, അത് ചെയ്യാനാ ഞാൻ പോയത്. ആ സീരിയല് ഞാൻ അഭിനയിച്ച ആ സീരിയല്? അത് തന്നെ. ഇത് കേട്ടപ്പോ സച്ചി കൊള്ളാം കാലക്കി രേവതി. അപ്പൊ നിനക്ക് പൂ കെട്ടാനുള്ള കഴിവ് മാത്രമല്ലല്ലോ, ഡബ് ചെയ്യാനുള്ള കഴിവുണ്ടല്ലേ? ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല, ഇനി നീ ഡബ് ചെയ്ത അതൊന്നും എനിക്കൊന്ന് കാണണം. കേക്ക് പലരും ഇവിടെ പലരെയും പുകഴ്ത്തി പറയുന്നുണ്ടായിരുന്നല്ലോ. ബ്യൂട്ടി പാർലർ നടത്തുന്നു, സമ്പാദിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. കണ്ടില്ലേ എന്റെ ഭാര്യ എനിക്ക് വേണ്ടി കടം വീട്ടിയത്? കണ്ടോ? വെറുതെ അല്ല, ഡബ് ചെയ്ത് അതിന് പ്രത്യേകതരം ഒരു കഴിവ് തന്നെ വേണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിനെ അങ്ങോട്ട് പുകഴ്ത്താൻ തുടങ്ങിയില്ലേ. നമ്മുടെ ചന്ദ്രയ്ക്ക് ഇത് സഹിക്കുവോ?
ചന്ദ്രയ്ക്ക് ദേഷ്യം വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്ര പിന്നെ ഡബ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്നു. മാന്യമായിട്ടുള്ള വല്ല ജോലി നിനക്ക് ചെയ്തുകൂടെടി? ഈ ഡബിങ്ങും ഈ സിനിമ ഫീൽഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും അങ്ങേയറ്റത്തെയാന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, ആര് പറഞ്ഞു നിങ്ങളോട് ഈ സിനിമ ഫീൽഡ് വലിയ അങ്ങേയറ്റത്തെ വൃത്തികെട്ട ഏർപ്പാടാണെന്ന്? അതെ, മിണ്ടിപ്പോകരുത്. ബ്യൂട്ടീഷ്യന്റെ അത്രയൊന്നും ഇല്ല. അത് ശരിയാ. ഇവള് ചെയ്തത് മാന്യമായിട്ടുള്ളൊരു തൊഴിലാണ്. ഡബ് ചെയ്യാന്ന് പറഞ്ഞാലും അഭിനയിക്കാന്നൊക്കെ പറഞ്ഞാലും അത് അത്രയ്ക്ക് മോശമായ കാര്യങ്ങളൊന്നും അല്ല. പ്രത്യേകം കഴിവുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. എൻ്റെ ഭാര്യനെ കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് അഭിമാനമുണ്ട്. എൻ്റെ പൊന്നമ്മേ, കണ്ടുപടി. ഇനി വേണമെങ്കിൽ അമ്മയ്ക്ക് പറഞ്ഞു നടക്കാം എൻ്റെ മരുമകൾ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണെന്ന് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു കേട്ടോ. ഏതായാലും ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും രേവതിക്കും വലിയ സന്തോഷമാകാണ്, സച്ചിക്കും സന്തോഷമാകാണ്. അങ്ങനെ സച്ചിയുടെ കടങ്ങളൊക്കെ വീട്ടി നമ്മുടെ രേവതി മാതൃകയാകുകയാണ്, നല്ലൊരു ഭാര്യയായി മാറുകയാണ്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ സച്ചിയുടെ ആ ഒരു കുടിയൊക്കെ മാറ്റാൻ വേണ്ടി രേവതി ഒരു വൈദ്യന്റെ അടുത്ത് പോയി എന്തോ ഒരു പൊടിയൊക്കെ മേടിച്ചോണ്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ പൊടി കലക്കി നമ്മുടെ സച്ചിക്ക് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും ജ്യൂസാണെന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്ര എടുത്തത് കമുത്തുന്നുമുണ്ട്. ചന്ദ്രയ്ക്ക് ലൂസ് മോഷൻ ആയിട്ട് കിടക്കുന്നുമുണ്ട്. ചന്ദ്ര പിന്നെയാണ് അറിയുന്നത് അത് ഏതോ വൈദ്യൻ കൊടുത്ത പൊടിയാണെന്ന്. ജ്യൂസാണെന്ന് കരുതിയെടുത്ത് കമുകമ കുടിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ചെറിയ കോമഡി വിശേഷമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നമുക്ക് ഇനി വരാനിരിക്കുന്ന വിശേഷത്തിൽ പറയാം. അപ്പൊ ഏതായാലും അടിപൊളി വിശേഷം തന്നെയാണ് നിങ്ങൾ ഓരോ ദിവസവും കാണാൻ പോകുന്നത്. അപ്പൊ ഇപ്പം ഞാൻ പറഞ്ഞ വിശേഷം നാളെ വരാനിരിക്കുന്നതോ മറ്റന്നാൾ വരാനിരിക്കുന്നതോ അല്ല കേട്ടോ. ഇനി വരാനിരിക്കുന്ന, അതായത് ഒരു 3-4 ആഴ്ചയൊക്കെ കഴിഞ്ഞ് വരാനിരിക്കുന്ന നല്ല കുറച്ച് എപ്പിസോഡുകൾ മാത്രം എടുത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉച്ചയ്ക്ക് കൊണ്ടുവരുന്നത്. നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും വിശേഷങ്ങൾ കൂടുതലായിട്ടുള്ള എപ്പിസോഡുകൾ എടുത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ 1 വീക്കെൻഡ് പ്രമോ നമ്മൾ ഇടുന്നുണ്ട് വൈകിട്ട്. അതും മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണുക. അടിപൊളി വിശേഷം തന്നെയാണ് നമ്മൾ ഇനി അടുത്ത ആഴ്ചയും കാണാൻ പോകുന്നത്. കറക്റ്റ് 8:05, 8:10 ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ രാത്രി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ രേവതിയുടെ സച്ചിയുടെയും വിശേഷം സ്ഥിരം കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അപ്പോൾ കിട്ടുന്ന ന്യൂസുകൾ അപ്പോൾ തന്നെ ഞങ്ങൾ വന്ന് ഇതിൽ പറയാറുണ്ട്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.